നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് റോളാണ്. ഇത് നമുക്ക് തുടങ്ങാം. അതിനാവശ്യമായ എന്താണെന്ന് നോക്കാം. ഗ്രീൻ പീസ് പുഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ഒരെണ്ണം, ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില കുറച്ച്, കടുക്, ജീരകം, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മുളക് പൊടി. സ്റ്റൗ കത്തിക്കാം. രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാൻ ശേഷം കടുകിടാം. കടുകും ജീരകവും ഇടാൻ ഇടുന്നത്. കടുക് ജീരകം കഴിഞ്ഞ ശേഷം പച്ചമുളക്, കരിവേപ്പില, സവാള അരിഞ്ഞത്, സവാള ഒന്ന് വാടിയതിന് ശേഷം മസാലയൊക്കെ ഇട്ടിട്ട് പീസും മസാലയും കൂടെ ചേർത്ത് നമുക്ക് മാറ്റാം. സവാള വാടി കഴിഞ്ഞത് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം അടുത്തത് മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഗരം മസാല, ഇത് ഒന്ന് വാടിയതിന് ശേഷം ഗ്രീൻ പീസും കൂടെ ഇട്ട് നല്ലവണ്ണം വരക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മസാല താഴേക്ക് വെക്കാം. ഗ്രീൻ പീസ് ഇടുകയാണ്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. ഇത് പ്യുവറായിട്ട് വെജിറ്റേറിയനാണ്. ഇനി കിഴങ്ങും കൂടെ ചേർക്കാം. ഒരു ഉരുളക്കിഴങ്ങേ ഉള്ളൂ. ഒരു ഉരുളക്കിഴങ്ങും ഒരു 50 ഗ്രാം ഗ്രീൻ പീസുമാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം ബ്രെഡ് വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് ആ ബ്രെഡിലാണ് ഇത് സ്റ്റഫ് ചെയ്യുന്നത്. മസാല വേറെ പാത്രത്തേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി തണുത്തതിന് ശേഷം സ്റ്റഫ് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കും. ഈ പാത്രത്തിൽ ഒഴിച്ച് ബ്രെഡ് വെള്ളത്തിൽ എടുത്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് വെച്ചേക്കാണ്, വെള്ളത്തിലിടുകയാണ്. മസാലയിൽ നിറച്ച് ഇത് സ്റ്റഫ് ചെയ്യും.
ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ട് 2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഈ വെള്ളം കളയണം ബ്രെഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഈ മസാല എടുത്ത് സ്പൂൺ കൊണ്ട് ഇതിലെടുത്ത് വെച്ച് ഒരു 1.5 സ്പൂൺ കൊടുക്കും. ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞ് അതിനെ ഒരു മുട്ടയുടെ രൂപത്തിലാക്കി എടുക്കണം. ഇങ്ങനെ അത് ഈ ഹോൾ വരാത്ത രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടപ്പം ഗ്രീൻ പീസ് എല്ലാം വെളിയിൽ ചാടും. ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാം നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ബ്രെഡ് റോളിന്. ഇങ്ങനെ നല്ല ഗോളായിട്ട് നല്ല ബോൾ പോലെ മുട്ടയുടെ ആകൃതിയിൽ ഇട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് കിടന്ന് എണ്ണ നല്ല ചൂടാണ്. ചിലപ്പോൾ പിരിന്ന് പോവാനും ചാൻസ് ഉണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടായിരിക്കും. നമുക്ക് എടുത്ത് മാറ്റാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ആൻഡ് ഷെയറൊക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം. ഇത് അടുത്ത് ഇടാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുവരെ ഞാൻ 50 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്നും വലിയ സബ്സ്ക്രൈബ് ഒന്നും ആയില്ല. ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല പ്രോത്സാഹനം നൽകണേ. ആ ബ്രെഡ് റോൾ റെഡിയായി. ഇതിനെ എടുത്ത് മാറ്റാം. അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറെ പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം. ടീ സ്നാക്സായിട്ട് ചായക്ക്, വൈകുന്നേരം ചായക്ക് 4 മണി പലഹാരത്തിന് പകരം ഇത് കൊടുക്കാം. നല്ലതാണ്. ബ്രെഡ് കൊച്ചു പിള്ളേരൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഇനി ഇതിനെ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ബ്രെഡ് റോൾ റെഡിയായി. സ്നാക്സിന് എടുത്തോളി. ചായയുടെ കൂടെ കഴിക്കും. കൊള്ളാമെന്ന് നോക്കും. കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയണം. കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്.